എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നല്ല മഞ്ഞളിൻ്റെ ഇലയിൽ മത്തി പൊള്ളിക്കുന്ന ഒരു വീഡിയോ. ഇന്നിപ്പോൾ ഹർത്താലൊക്കെ ആയിട്ട് നമ്മൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ മഞ്ഞളിൻ്റെ ഇലയിൽ എങ്ങനെയാണ് മത്തി പൊള്ളിക്കുന്നതെന്നും അതിൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയൊക്കെ ഒന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള മഞ്ഞളിൻ്റെ ഇലയൊക്കെ നമ്മൾ അതിന് വേണ്ടി ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഇതാണ് മഞ്ഞളിൻ്റെ ഇല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കറിവേപ്പില ആണെങ്കിലും വീട്ടിലുള്ള കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ അത് ഒടിച്ചെടുക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെന്ന് പറയുന്നത് നല്ല കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ചുവന്നുള്ളി, പിന്നെ പച്ചമുളക്. മത്തിയാണെങ്കിലും നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വരഞ്ഞ് നമ്മൾ ഈ മഞ്ഞളിലയിൽ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അങ്ങ് അരയ്ക്കാൻ പോവാണ്. അത്യാവശ്യം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഈ മുളകും ഈ ഇഞ്ചിയും ഈ വെളുത്തുള്ളി ഉള്ളിയെല്ലാം ചേർത്ത് ഇതൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കാൻ പോവുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണിത്. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ മത്തിയിലേക്ക് ഇതങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഈ വരഞ്ഞ മത്തിയിലേക്ക് ഇതങ്ങ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിന് ശേഷമാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അരപ്പെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കിടിലൻ സംഭവമാണ്. ഇതങ്ങ് തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന മത്തിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ, ഈ രീതിയിൽ നമ്മൾ തേച്ച് അതിൻ്റെ ആ വരഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ആ ഉപ്പും കുരുമുളകും ഒക്കെ അങ്ങ് ചേർന്നിട്ട് നല്ല രസമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അടുപ്പിലാണ് ഇത് വെക്കാൻ പോകുന്നത്. നമ്മൾ ഗ്യാസിലൊന്നുമല്ല, നമ്മൾ പുറത്തൊരു അടുപ്പ് കൂട്ടി നല്ല ചിരട്ടക്കരിയൊക്കെ ഇട്ട് കത്തിച്ച് ആ അടുപ്പിലാണ് നമ്മളിത് പാകം ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓട്ടുരുളിയാണ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു സ്വല്പം എണ്ണ, അധികം എണ്ണ വേണ്ട എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ പാചകം ചെയ്യുമ്പം മഞ്ഞളിൻ്റെ ഇലയിൽ തന്നെ ഒരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മത്തി പൊള്ളിക്കുമ്പോൾ ആ ഓയിൽ കണ്ടൻറ്റ് കൂടെ ചേർന്നിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടാണ് ആ മത്തിയുടെ ഒരു അത് വെന്ത് നല്ല രസമായിട്ടാണ് അത് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് മഞ്ഞളിൻ്റെ ഇലയിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഓയിൽ കണ്ടൻറ്റ് കുറവാണെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പം നമുക്ക് മഞ്ഞളിൻ്റെ ഇല നമ്മൾ ഇനിയിപ്പോൾ ഇതുപോലെ ചട്ടിയിൽ ഇങ്ങനെ അങ്ങ് വിടർത്തിയിടുകയാണ്. കണ്ടോ, ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഫില്ല് ചെയ്തിട്ട് നമ്മളത് ഇതുപോലെ മത്തി ഇങ്ങനെ പിറക്കി അങ്ങ് അടുക്കി വെക്കുക. ഇങ്ങനെ പിറക്കി അടുക്കി വെച്ച് മൊത്തത്തിൽ നമ്മളിപ്പം ഒരു 3 കിലോയോളം മത്തിയാണ് ഇപ്പോൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറമേയും നമ്മൾ ഈ മഞ്ഞളിൻ്റെ ഇല അതുപോലെ തന്നെ ഫില്ല് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല കനലിലേക്ക് ഇതങ്ങ് കയറ്റി വെക്കുക. വെച്ച് കുറേ നേരം അവിടെ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മൾ ഈ മത്തി വെറുതെ കഴിച്ചാൽ പോരല്ലോ. അപ്പോൾ നമ്മളൊരു സ്വല്പം സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോസ് എന്ന് പറഞ്ഞാൽ നാരങ്ങ സോസ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് നാരങ്ങ, ഒരു ഫുൾ നാരങ്ങ വേണം, പിന്നെ ഒരു സ്വല്പം ഉപ്പ്, പിന്നെ ഒരു അല്പം ശർക്കര. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇനി നമ്മൾ സ്വല്പം വെളിച്ചെണ്ണയും കൂടി എടുക്കുക. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നത്. നാരങ്ങ നമ്മളിങ്ങനെ പിഴിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുകയാണ്. 2 മുറി ഉണ്ട് നമുക്ക് 2 ഒഴിച്ചേക്കാം. ഒരു സ്വല്പം വെളിച്ചെണ്ണയൊക്കെ മതി കേട്ടോ, നമുക്കൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അപ്പോൾ അത് 2 നമ്മൾ ഒഴിച്ചു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്വല്പം ഉപ്പിടുക. സ്വല്പം അത് ഉപ്പെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം അത് ഉപയോഗിക്കാമെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇനി ഇളക്കി ശരിക്കൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏതാണ്ട് സോസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോസിൽ മുക്കി നമുക്ക് മത്തി കഴിക്കാൻ വേണ്ടിയാണ്. അടുപ്പിൽ വെച്ചിരിക്കുന്ന മത്തി ഇപ്പോൾ ഏത് പരുവത്തിലായി എന്ന് നമുക്കൊന്ന് നോക്കാം. ഏതാണ്ട് ആൾ ഉഷാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നു കഴിയുമ്പം മച്ചാമാരെ, നമ്മൾ ഈ സംഭവത്തിൻ്റെ അത് നമ്മുടെ മഞ്ഞളിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വാടിക്കരിഞ്ഞ് നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഈ മഞ്ഞളിൻ്റെ ഇല മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? നല്ല കിടിലൻ രുചിയാണ്. ഇലകൾ മാറ്റി കഴിയുമ്പോഴത്തേക്കും മഞ്ഞളിൻ്റെ ഇലയിൽ നിന്നുള്ള ഒരു ഓയിൽ കണ്ടൻറ്റും ഒക്കെ ആയിട്ട് അതിങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ വെളിച്ചെണ്ണ. നമ്മളൊരു 3 കിലോ മത്തിക്ക് വേണ്ടി ഒരു 2 ടീസ്പൂണിന് താഴെ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ഈ മഞ്ഞളിൻ്റെ ഒരു ഓയിൽ കണ്ടൻറ്റ് കൂടി ചേർന്നിട്ടാണ് അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിയിപ്പം കുറച്ച് തിളച്ച് വറ്റി വരും.
നല്ല ഉണങ്ങി തന്നെ വരും. നമ്മളിപ്പം മീൻ പൊരിക്കുന്നത് പോലെ തന്നെ അത് പൊള്ളി നല്ല രസമായിട്ട് വരും. കണ്ടോ, ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ശരിക്കും വറ്റട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ആ ഒരു മത്തി പൊള്ളിച്ചത് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള മഞ്ഞളിൻ്റെ ഇലയ്ക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നമുക്ക് ആ ഒരു വറുത്തിരിക്കുന്നത് പോലെ തന്നെ അത് പാകമായിട്ടുണ്ട്. ഇനി അത് നമ്മളൊന്ന് കഴിക്കുക. സോസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കണ്ടോ, ആദ്യം നമ്മൾ തയ്യാറാക്കിയ സോസൊക്കെ നമ്മൾ അതിൻ്റെ അകത്തൊന്ന് ഒഴിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, എന്നാ ടേസ്റ്റാണെന്നറിയാമോ.